CPIM-ന്റെ ഒരു പാർട്ടി അംഗം മാത്രമാണ്. സംസ്ഥാന കമ്മിറ്റിക്കകത്ത് നടന്നിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചൊന്നും എനിക്ക് വരല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളല്ലാതെ മറ്റൊന്നും ഞാനും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നേരത്തെ ഉണ്ണിസാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ ചില ക്യാമ്പസുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചില ക്യാമ്പസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുൻ വർഷങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഇടങ്ങളിൽ അത് എന്ത് കാരണത്തിന്റെ പുറത്ത് എന്ന് കൃത്യമായി പരിശോധന നടത്തി അതിൽ തിരുത്തൽ വരുത്തി, എവിടെയെങ്കിലും പോരായ്മ ഉണ്ടായാൽ അതിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവമുള്ള സംഘടനയാണ് SFI. ഇനിയിപ്പോ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ കേരളം മുഴുവൻ SFIയെ കൈവിട്ടു എന്നൊക്കെയുള്ള തോന്നലോ ഭാഷയോ എന്തിന്റെ പുറത്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ 2 ദിവസത്തിനപ്പുറം ഇപ്പോൾ ഇന്ന് 3-ാം തീയതി 6-ാം തീയതി കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾക്ക് തൊട്ട് മുൻപ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതേ കണ്ണൂർ സർവകലാശാലയിൽ ആഴ്ചകൾക്ക് മുൻപ് സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ റിപ്പോർട്ടർ അർജുൻ കല്യാട്ട് ഈ പറഞ്ഞ പോലെ ക്യാമ്പസിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അർജുനോട് വളരെ വ്യക്തിപരമായിട്ട് ചോദിച്ചു, അർജുനെ ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവിടെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം വലിയ MSFന് വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീതിയൊക്കെ നിലനിന്നിരുന്നൊരു ഘട്ടമായിരുന്നു. റിസൾട്ട് വന്നു, SFI വിജയിച്ചു എന്നുള്ള വാർത്തകൾ വരുന്ന ഘട്ടമാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലും തയ്യാറാവാതെ റിപ്പോർട്ടർ അവിടെ നിന്ന് പോകുന്ന അനുഭവം ഞങ്ങളുടെ മുൻപിലുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ വെറ്റിനറി സർവകലാശാലയാണെങ്കിലും ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നതിനോടൊപ്പം നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ ആരോഗ്യ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് നഷ്ടമായി. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ ഇപ്പുറത്ത് KSUവിന്റെ കയ്യിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഫാർമസി കോളേജ് കോട്ടയം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് KSUവിന്റെ കയ്യിൽ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. അതൊന്നും എവിടെയും ചർച്ചയാക്കുന്നതിന് വേണ്ടി വാർത്തയാക്കുന്നുണ്ട്. ഇപ്പോൾ 55 ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 44 അടുത്ത് ഞങ്ങൾ ജയിച്ചു, 7 KSU ജയിച്ചത്. അപ്പോൾ KSUവിന് വലിയ ആധിപത്യം ഉണ്ടാവുന്നത്, KSU വലിയ മുന്നോട്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 7-ൽ കൂടുതൽ ക്യാമ്പസ് അവരുണ്ടായിരുന്നു, അവർ പുറകോട്ട് പോകുകയുണ്ടായത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. എന്താ പറയാ, SFI ആകെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കടപുഴകി പോയി എന്നൊരു അഭിപ്രായമൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ എന്താ പറയുക, ഏറെക്കാലമായി ആധിപത്യമുണ്ടായിരുന്ന ചില ക്യാമ്പസുകളിൽ SFIക്ക് നഷ്ടമാകുന്നു. KSU MSF സഖ്യം വലിയ വിജയം നേടുന്നു. അത് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ചിലപ്പം കോട്ടയത്തുനിന്നൊരു കോളേജ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു കോളേജ് പിടിക്കുന്നു എന്ന് പറയുന്നത് പോലല്ല ചില പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകളിലൊക്കെ വളരെ ശക്തമായി നിന്നിട്ടുള്ള പാർട്ടിയാണല്ലോ SFI, ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടെയൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുന്ന കാര്യങ്ങൾ അത് ഒരു എന്താ പറയുക, ഒരു സ്വയം വിമർശനപരമായൊക്കെ വിലയിരുത്തേണ്ടതില്ലേ ആർഷോ? ഞാൻ പറയുന്നത്, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു സ്മൃതിയുടെ ഒരു ചോദ്യത്തിന് താങ്കൾ പാർട്ടി മെമ്പർ മാത്രമാണ്, സംസ്ഥാന സമിതിയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നറിയില്ല എന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി പാർട്ടിയുടെ മാത്രമല്ല മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം എല്ലാ സംഘടനകളും ഒരു ഇംപ്രഷൻ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് SFIയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണം അടക്കമുള്ള പ്രശ്നങ്ങളിനകത്ത് ഒരു നെഗറ്റീവായ വികാരം ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ. അപ്പം നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി താങ്കൾ ഈ പ്രസ് കോൺഫറൻസിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി നടത്തിയ പ്രസംഗം അത് അങ്ങേയറ്റം അപലപനീയമാണ്, അത് അനുവദിക്കാൻ കഴിയാത്തതാണ്, അത്തരം വാക്കുകൾ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ശ്രദ്ധ എല്ലാ കാര്യങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കകത്തും ഉണ്ടാകും. ഞങ്ങൾ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഞങ്ങൾ വരുത്തും. ഇപ്പോൾ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല, എന്തുകൊണ്ട് CBI റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത്. ഈ പറഞ്ഞ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലയ്ക്കൊരു പ്രതീതി ഇവിടെ ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ SFI കൊന്നു എന്ന നിലയിലേക്ക് ഒരു ഭാഷ്യം ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്ന ആളുകൾ, തിരിച്ചു വിളിച്ച് ക്യാമ്പസിലേക്ക് വരുത്തുന്നത് SFI അല്ല, സിദ്ധാർത്ഥിനെ അടിക്കുന്നത് SFI പ്രവർത്തകരല്ല. അവിടെ SFI പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയം ഇന്നതാണ് എന്നറിഞ്ഞ ഘട്ടത്തിൽ അവരും തല്ലിയിട്ടുണ്ട്.
അവരും തല്ലിയിട്ടുണ്ട്. അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയത്. സിദ്ധാർത്ഥിനെ ഈ പറഞ്ഞ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? അല്ല, വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലേ അല്ല എന്നുള്ളത്. എന്ത് കാരണത്തിന്റെ പുറത്താ സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ സിദ്ധാർത്ഥിനെ തല്ലിയത് എന്നുള്ള ഉൾപ്പെടെ നിങ്ങൾക്കിടയിലെ മാത്രം തിരുത്തലാകാതെ സമൂഹത്തിനു കൂടി ബോധ്യമാകുന്ന തിരുത്തലുകളായാൽ സംഘടനയ്ക്കും അതാകും നല്ലത്. വളരെ നന്ദി ആർഷോ.